നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കുറുമ, മട്ടൻ കൊണ്ടുള്ള കുറുമ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മട്ടൻ ക്ലീൻ ചെയ്ത് എല്ലോടുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 കിലോഗ്രാം. സവോള വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 2 കപ്പ്. വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. ഇഞ്ചി വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. പച്ചമുളക് 2 പിളർന്നത് 6 എണ്ണം. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ചെറിയ ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തത് 6 എണ്ണം. തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 കപ്പ്. കാഷ്യൂ നട്ട്സ് അരച്ചെടുത്തത് 1/4 കപ്പ്. തൈര് 1/2 കപ്പ്. നാളികേരത്തിൻ്റെ കട്ടിയുള്ള പാൽ 2 കപ്പ്. വെള്ളം 1 കപ്പ്. കറിവേപ്പില 4 തണ്ട്. വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഹോൾ സ്പൈസസ്: കറുകപ്പട്ട 3 ചെറിയ പീസ്. ഗ്രാമ്പൂ 4 എണ്ണം. ഏലക്ക 4 എണ്ണം. കുരുമുളക് 1/4 ടീസ്പൂൺ. പെരുംജീരകം 1/2 ടീസ്പൂൺ. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കുക. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും കുറച്ച് സവോള ഇട്ട് വഴറ്റുക. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് സോൾട്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി വഴന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മട്ടൻ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 4 തൊട്ട് 6 വിസിൽസ് കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ 6 വിസിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറുമയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സവോളയും കുറച്ച് സോൾട്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോൾട്ട് ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി കുറച്ച് വാടിക്കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി,
ഗരം മസാല എന്നിവയിട്ട് വഴറ്റുക. മസാല വഴന്ന് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റുക. തക്കാളി ഇപ്പോൾ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല മട്ടൺ പീസുകളിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇനി ഇതിലോട്ട് മീറ്റ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇതിലോട്ടിനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പാലൊഴിച്ച് മിക്സ് ചെയ്യുക. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ചു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഒരു ഫ്രൈങ് പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിട്ട് വഴറ്റുക. ഇതിലോട്ട് ബാക്കിയുള്ള 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് വഴറ്റുക. ഇത് മട്ടൻ കുറുമയിലോട്ടിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഈ അടിപൊളി റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. സെർവ് ചെയ്യുന്നതിന് മുമ്പായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. വളരെ സ്വാദിഷ്ടമായ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.